മില്ലറ്റുകളിൽ ഗുണനിലവാരം ഇല്ലാത്തത് എങ്ങനെ തിരിച്ചറിയാം? അറിയാൻ ആഗ്രഹത്തിൻ്റെ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. എല്ലാവർക്കും നമസ്കാരം. പ്രഭാതം ഹെൽത്ത് മിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം മില്ലറ്റിലെ ക്വാളിറ്റിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ഇന്ന് മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ചെറുധാന്യങ്ങളെക്കുറിച്ച് 2023 ശേഷമാണ് കേരളത്തിൽ ഒരു സാധാരണക്കാരൻ അറിഞ്ഞു തുടങ്ങിയതെങ്കിലും ഇന്നും അറിയാത്തവരാണ് കൂടുതൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ചെറുധാന്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ശരിയായ അറിവ് സത്യസന്ധമായും സുതാര്യമായും ആധികാരികമായും അറിയാൻ താല്പര്യമുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഒരുപാട് നല്ല വീഡിയോകൾ ഈ ചാനലിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ 2023 ശേഷം മില്ലറ്റിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് സംരംഭകർ ഇതിലേക്ക് കടന്നു വരികയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മറ്റിതര ഏജൻസികളുടെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള പ്രോത്സാഹനം ലഭിക്കുകയും ചെയ്ത ഈ ചെറുധാന്യങ്ങൾ ആരോഗ്യ ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒന്നാണ്. ആ ഭക്ഷണത്തെ വികലമാക്കിയിട്ടാണ് ഇന്ന് മില്ലറ്റുകൾ പലതും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിലേറ്റവും സങ്കടകരമെന്ന് പറയുന്നത് മില്ലറ്റ് ബിസിനസ്സിലേക്ക് ഇറങ്ങി വന്നവർ അവരുടെ ആത്മാർത്ഥത കൊണ്ടും നല്ല ഭക്ഷണം സാധാരണക്കാരിലേക്ക് എത്തിക്കണം എന്നുള്ളത് കൊണ്ടും തന്നെയാണ്. പക്ഷെ അവർക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ പോയതും അവരെ മറ്റുള്ളവർ വിശ്വസിപ്പിച്ചു എന്നുള്ളതുമാണ് യാഥാർത്ഥ്യം. അതിൽ നല്ലൊരു ലാഭം ഈ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടവർ മേടിക്കുന്നുണ്ട് എന്നുള്ളതും സത്യമാണ്. അപ്പോൾ ഈ കുതിരവാലി എന്ന് പറയുന്ന ഒരു മില്ലറ്റ്സ് ബെർനേഡ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഈ മില്ലറ്റ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ കഴുകുന്നതിന് മുമ്പുള്ള കളറിനുകൾ കണ്ടില്ലേ? ഒരുപാടൊന്നും ഞാൻ പ്രസ് ചെയ്ത് കഴുകിയിട്ടില്ല കേട്ടോ. വളരെ ചെറിയ രീതിയിൽ കൈകൊണ്ട് ഇങ്ങനെ ഇളക്കിയപ്പോൾ തന്നെ അതിൻ്റെ അഴുക്കൊക്കെ ഇളകി വന്നു. ഇത് അഴുക്ക് ഇളകുന്നതിന് മുമ്പ് ശരി കുതിരവാലിയുടെ ഒരു ശരിയായ കളർ തന്നെയാണ് അതിനകത്ത് കാണാൻ സാധിച്ചത്. ഇതിൻ്റെ തനി രൂപം കണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ ഒന്ന് കഴുകി കഴിഞ്ഞതിന് ശേഷം ആ മില്ലറ്റ്സ് എന്നെടുത്ത് കയ്യിൽ നോക്കിയപ്പോൾ മുക്കാൽ ഭാഗം വെള്ള കളർ. വെള്ള എന്ന് പറഞ്ഞാൽ അത് പോളിഷ് ചെയ്യുന്നതോടുകൂടെ ഒരുപാട് ഗുണങ്ങൾ അതിൽ നഷ്ടപ്പെട്ടു പോകും. മിനറൽസുകൾ പോലുള്ള കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും. പക്ഷേ മില്ലറ്റ്സിന് പ്രത്യേകതയുണ്ട്. ഫൈബർ അതിൻ്റെ പുറം തോടിൽ മാത്രമല്ല ഇരിക്കുന്നതുള്ളത് കൊണ്ട് തന്നെ ഫൈബർ പൂർണ്ണമായിട്ട് പോയിട്ടില്ല. കാരണം മില്ലറ്റിൻ്റെ മറ്റ് ധാന്യങ്ങൾക്കില്ലാത്ത അല്ലെങ്കിൽ മറ്റ് ധാന്യങ്ങൾക്കില്ലാത്ത ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മില്ലറ്റിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ അതിൻ്റെ ഹോൾ ബോഡിയിലാണ് അടങ്ങിയിരിക്കുന്നത്. അത് തന്നെയാണ് അതിൻ്റെ മറ്റു പ്രത്യേകത. പക്ഷേ ഇത് ഈ പോളിഷ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതുകൊണ്ട് നമുക്ക് ഉദ്ദേശിച്ച ഗുണം കിട്ടില്ല. കാരണം നിങ്ങൾ എന്തുദ്ദേശിച്ചിട്ടാണോ മില്ലറ്റ് കഴിക്കുവാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ട് വിശ്വാസയോഗ്യമായ ഉറവിടങ്ങളിൽ നിന്ന് നിങ്ങൾ മില്ലറ്റ് മേടിക്കുക. നിങ്ങൾ മേടിച്ച മില്ലറ്റ് കഴുകി കഴിയുമ്പോൾ ഇതുപോലുള്ള നിറം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ നിങ്ങൾ ആ മില്ലറ്റ്സ് ഉപയോഗിക്കരുത്. ഉപയോഗിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ അടുത്തൊരു കസ്റ്റമറെ തേടി പോവുകയോ അതെല്ലാം നിങ്ങൾക്ക് നിലവാരമുള്ള മില്ലറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് രേഖപ്പെടുത്തിക്കോളൂ. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ജില്ലകളിൽ ക്വാളിറ്റിയുള്ള മില്ലറ്റ് വിൽക്കുന്ന ഒരു കൂട്ടം സംരംഭകരുണ്ട്. നിങ്ങൾ ഏതാണോ സ്ഥലം അവിടെയുള്ളവർക്ക് ആ നമ്പർ എത്തിച്ചേരാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും മില്ലറ്റ് ഉപയോഗിക്കുമ്പോൾ ഇതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ കൂടെ ഉണ്ട്. 8 മണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ച മില്ലറ്റ് വേണം നിങ്ങൾ ഉപയോഗിക്കാൻ. ഇപ്പോൾ ഒന്ന് മാർക്കറ്റിൽ 8 മണിക്കൂർ കുതിർത്ത് വെച്ച് സോളാർ ഡ്രയറിൽ ഉണക്കിയ മില്ലറ്റുകൾ ലഭ്യമാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്കും സാധാ മില്ലറ്റ് മേടിച്ച് ചെയ്യാം.
പിന്നെ പരസ്പരം മെല്ലിട്ട് ചേർത്ത് ഉപയോഗിക്കുന്നതും തെറ്റായ പ്രവണതയാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കുടുംബക്കാരിലേക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. കാരണം ഈ നല്ല വീഡിയോ ഇത് നിങ്ങൾക്ക് തോന്നിയ നിങ്ങളുടെ മറ്റുള്ളവരിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഇതിനാവശ്യമാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു ഞാൻ ഈ ചിന്തയും ഈ കാഴ്ചപ്പാടും കൂടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.